ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. പി എസ് സി പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളിലും ഒന്നോ രണ്ടോ മാർക്കിനുള്ള ചോദ്യം നിരന്തരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. കൃത്യമായി പഠിച്ചു പോവേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കേരള ഭൂപ്രകൃതിയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന് കേരളത്തിൻ്റെ സ്ഥാനം, മറ്റൊന്ന് വിസ്തീർണം, അതിർത്തികൾ, ഭൂവിഭാഗങ്ങൾ, ചുരങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. എന്നാണ് കേരളം രൂപം കൊണ്ടിട്ടുള്ളത്? 1956 നവംബർ 1 അല്ലേ? 1956 നവംബർ 1. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ത്യയുടെ പഠിക്കുന്ന പോലെ തന്നെ കേരളത്തിൻ്റെതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലാറ്റിറ്റ്യൂഡ് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് നോർത്ത് ആൻഡ് 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് നോർത്ത്. ലോങ്ങിറ്റ്യൂഡ് 74 ഡിഗ്രി 27 മിനിറ്റ് 47 ഈസ്റ്റ് ആൻഡ് 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് ഈസ്റ്റ്. ഇതാണ് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കേട്ടോ. നിർബന്ധമായും പഠിക്കേണ്ടതാണ്. വിസ്തീർണം എത്രയാണ്? 30. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്, എപ്പോഴും പണ്ട് മുതലേ കേൾക്കുന്നതാണ്, എല്ലാവരും പഠിക്കുന്ന ചോദ്യമാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. ഫോറസ്റ്റ് ഏരിയ എത്രയാണ്? 10,815 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. സാന്ദ്രത എത്രയാണ് കേരളത്തിൻ്റെ? 860 ആണ്. സാന്ദ്രത 860 ആണ്. 1956 നവംബർ 1 കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകൾ എത്ര എണ്ണമാണ്? 5 ജില്ലകളാണ് 5 ജില്ലകളാണ്. നമുക്ക് തെക്കുന്ന് തുടങ്ങാം അല്ലേ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെ ഇങ്ങോട്ട് മൊത്തത്തിലായിട്ട് മലബാർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. കേരളം രൂപം കൊള്ളുമ്പോൾ 1956 നവംബർ 1 കേരളം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിട്ടുള്ള 5 ജില്ലകളാണ് പിന്നീട് അത് വളർന്ന് ഇപ്പോൾ 14 ജില്ലകളായി മാറിയിട്ടുണ്ടല്ലേ. കേരളം രൂപം കൊള്ളുമ്പോൾ 5 ജില്ലകളാണ്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഇന്ത്യയിൽ? ജനസംഖ്യ അടിസ്ഥാനത്തിൽ 13ാം സ്ഥാനം കേട്ടോ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ 13ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. തെക്ക് വടക്ക് ദൂരം എത്രയാണ്? കേരളത്തിൻ്റെ മാപ്പിലെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് വരിക? 560 കിലോമീറ്റർ ആണ് കേട്ടോ. 560 കിലോമീറ്റർ ആണ് വരിക. കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ് വരിക? കിഴക്ക് പടിഞ്ഞാറ് ദൂരം 30 മുതൽ 120 കിലോമീറ്റർ വരെ വരും. നമുക്കറിയാം, നമ്മുടെ മാപ്പൊന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. നടുക്ക് ഭാഗത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കുറച്ചും കൂടി വിടർന്ന് കാണാം. നമുക്കൊരു 30 മുതൽ 120 കിലോമീറ്റർ വരെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം കാണാം. കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 94% കേട്ടോ. കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 94%. സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.07%. പുരുഷ സാക്ഷരതാ നിരക്ക് 96.11%. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിലെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് സാക്ഷരത കൂടുതൽ എന്നുള്ളത്. തെറ്റാണ് കേട്ടോ. കേരളത്തിൽ പുരുഷ സാക്ഷരതാ നിരക്കാണ് കൂടുതൽ കേട്ടോ. കേരളത്തിൻ്റെ 94ആണ്, സ്ത്രീകളുടേത് 92.07, പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്ക് 96.11% കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉറപ്പായും നല്ലൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ആ മേഖലയിൽ നിന്ന്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? വളരെ ചെറുതാണ് വളരെ ചെറുതാണ്. 1.18% ഉള്ളൂ. 1.18% മാത്രമേ കേരളം ഉള്ളൂ. അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനം കേരളം നോക്കുമ്പം 2ൽ താഴെയാണ്, 1.5ൽ താഴെയാണ് കേരളം. 1.18% മാത്രമേ ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ ശതമാനമായിട്ട് കേരളമുള്ളൂ. നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം, അതൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമാണ്, PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഉത്തരം 580 കിലോമീറ്ററാണ്. 580 കിലോമീറ്ററാണ്. 590 കിലോമീറ്റർ എന്നതും PSCയുടെ ഉത്തരമായി പരിഗണിക്കുന്നുണ്ട് കേട്ടോ. 580 പഠിക്കുക, 590 പഠിക്കുക, ഓപ്ഷനിലുള്ളത് വെച്ച് ചെയ്യുക. 580 കിലോമീറ്റർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. 550 ഇല്ലെങ്കിൽ 590 കൊടുക്കുക. 590 PSC ഉത്തരമായി കൊടുത്തിട്ടുണ്ട്, അതാണ് പറയാൻ കാരണം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21ആണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ്റെ
ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18% മാത്രമേ ഉള്ളൂ. അത് കേരളമാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് 21ാം സ്ഥാനമാണ്. ജനസംഖ്യയിലോ 13ാം സ്ഥാനമുണ്ട്. വിസ്തീർണത്തിലോ കുറേ കൂടി താഴേക്ക് പോയി, 21ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് കേട്ടോ. ജില്ലകൾ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകൾ. അറിയാം, ജില്ലാ പഞ്ചായത്തുകൾ 14 എണ്ണം, ബ്ലോക്ക് പഞ്ചായത്തുകളോ 152 എണ്ണം കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 എണ്ണം. ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും കൂടുതലുള്ളത്, 941. മുനിസിപ്പാലിറ്റികൾ 87, താലൂക്കുകൾ 78. മുനിസിപ്പാലിറ്റികൾ 87, താലൂക്കുകൾ 78. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് അത് തിരിച്ചിടുക, അപ്പോൾ പിന്നെ മറ്റൊന്ന് കിട്ടും. മുനിസിപ്പാലിറ്റികൾ 87 പഠിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെഴുതിയാൽ നമുക്ക് താലൂക്ക് കിട്ടും 78. അങ്ങനെ പഠിക്കുക. റവന്യൂ ഡിവിഷനുകൾ 27. കോർപ്പറേഷനുകൾ 6. അത് PSCയുടെ ഒരു ചോദ്യമാണ്, PSC ചോദിച്ചിട്ടുണ്ട് എത്ര കോർപ്പറേഷൻ ഉണ്ടെന്നുള്ളത്. 6 കോർപ്പറേഷൻ കേട്ടോ, 6 കോർപ്പറേഷനാണ്. ഇനി നമ്മൾ അതിർത്തികളെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? നമ്മളിവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? തമിഴ്നാടാണ്. തെക്ക് കിഴക്ക് തമിഴ്നാടാണ്. വടക്ക് കിഴക്ക് ഏതാണ്? വടക്ക് കിഴക്ക് കർണാടകമാണ് അല്ലേ? വടക്ക് കിഴക്ക് കർണാടകമാണ്. കിഴക്ക് ഏതാണ്? സഹ്യാദ്രിയാണ്. പശ്ചിമഘട്ട സഹ്യാദ്രിയാണല്ലേ കിഴക്ക്. പടിഞ്ഞാറ് മാഹി അറബിക്കടൽ. അറിയുന്ന കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഇതും PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാടാണ് കേട്ടോ. വയനാടാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതെന്നാണ് ചോദ്യമെങ്കിൽ വയനാടാണ് ഉത്തരം. വയനാടാണ്. താലൂക്ക് എന്നാണ് ചോദ്യമെങ്കിൽ സുൽത്താൻ ബത്തേരി. ഗ്രാമപഞ്ചായത്ത് എന്നാണെങ്കിലോ നൂൽപ്പുഴ. ഇനി ഗ്രാമം എന്നാണ് ചോദ്യമെങ്കിലോ മുത്തങ്ങ. ഒന്നും കൂടി പറയാം. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. താലൂക്ക് എന്നാണ് ചോദ്യമെങ്കിൽ സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് എന്നാണ് ചോദ്യമെങ്കിൽ നൂൽപ്പുഴയാണ്. ഗ്രാമം എന്നാണ് ചോദ്യമെങ്കിൽ മുത്തങ്ങയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാ? ഒരു സംസ്ഥാനമായിട്ടും അതിർത്തി പങ്കിടാത്ത കേരളത്തിൽ 4 ജില്ലകളാണുള്ളത്. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം കേട്ടോ. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളമാണ്. കേരളത്തിൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ്? തമിഴ്നാടുമായിട്ട് 8 ആണ് കേട്ടോ. 8 ആണ്. കർണാടകമായിട്ട് 3. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, 8 + 3 11. നമ്മൾ അതിർത്തി പങ്കിടാത്ത ജില്ലകൾ 4 എണ്ണം പറഞ്ഞു. 11 4 15. അതെങ്ങനെയാണ്? 14 ജില്ലയിലേ ഉള്ളൂ എന്ന്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയുണ്ട്, വയനാട്. അപ്പോൾ പിന്നെ അത് ടാലി ആയില്ലേ? അപ്പോൾ പിന്നെ അത് കറക്റ്റ് ആയില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിൽ 4 ജില്ലകളുണ്ട്: ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം. അടുത്തൊരു ചോദ്യം, കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കാസർഗോഡ്. അത് നമുക്ക് ലോജിക്ക് വെച്ച് ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരം, കാസർഗോഡുമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ലേറ്റസ്റ്റ് മാപ്പ് കേട്ടോ. ലേറ്റസ്റ്റ് മാപ്പാണ്. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണ്. ആദ്യം ഈ എറണാകുളം അതിർത്തി പങ്കിടുന്നുണ്ടായിരുന്നു തമിഴ്നാടുമായിട്ട്. പക്ഷേ പിന്നീട് നമ്മുടെ ഇടുക്കി വലിയ ജില്ലയായി മാറിയപ്പോൾ എറണാകുളം കുറച്ചിങ്ങോട്ട് നീങ്ങി. ഇപ്പോൾ എറണാകുളം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളുടെ ലിസ്റ്റിലേക്ക് എറണാകുളം വന്നു കേട്ടോ. എറണാകുളം വന്നു. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പഠിച്ചതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. വൃക്ഷം തെങ്ങാണ്. ശാസ്ത്രീയനാമം കോക്കസ് ന്യൂസിഫറ. പുഷ്പം കണിക്കൊന്ന. ഇന്ത്യൻ ലബുർണം എന്നറിയപ്പെടുന്ന കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ശാസ്ത്രീയനാമം കസിയ ഫിസ്റ്റുല. പക്ഷി മലമുഴക്കി വേഴാമ്പൽ. എല്ലാവർക്കും പറയാം, മലമുഴക്കി വേഴാമ്പൽ. ബുക്കേറസ് ബിക്കോർണിസ് എന്നാണ് ശാസ്ത്രീയനാമം. മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രീയനാമം. ചിത്രശലഭം ബുദ്ധമയൂരി.
പാനീയം, കേരളത്തിന് ഔദ്യോഗികമായ പാനീയമൊക്കെ ഉണ്ട് കേട്ടോ. കരിക്കിൻ വെള്ളം. ഫലം ചക്ക, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. 2018 അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാറാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 2018 അന്നത്തെ കൃഷിമന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ, തൃശ്ശൂരിൽ നിന്നുള്ള VS സുനിൽകുമാറാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2018 മുതലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായത് ചക്ക കേട്ടോ. സംസ്ഥാന മത്സ്യം കരിമീൻ. ശാസ്ത്രനാമം എട്രോപ്ലസ് സുറാറ്റനസിസ്. സംസ്ഥാന മത്സ്യം കരിമീനാണ്. ദേശീയോത്സവം ഒന്നും പറയേണ്ട കാര്യമില്ല, ഓണം. ദേശീയോത്സവം ഓണം. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി തിരഞ്ഞെടുക്കാൻ സംസ്ഥാന വന്യജീവി ഉപദേശക ബോർഡ് നിർദ്ദേശിച്ചത് മാവേലി തവളയാണ്. അതിൻ്റെ മറ്റു പേരുകൾ പാതാള തവള, പന്നിമുക്കൻ തവള. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി തിരഞ്ഞെടുക്കാൻ സംസ്ഥാന വന്യജീവി ഉപദേശക ബോർഡ് നിർദ്ദേശിച്ചത് മാവേലി തവളയാണ്. പർപ്പിൾ ഫ്രോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ മറ്റു പേരുകളാണ് പാതാള തവളയും പന്നിമുക്കൻ തവളയും. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയെ അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? MTയുടേതാണ്. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടേതാണ് കേട്ടോ. മലയാളമാണ് എൻ്റെ ഭാഷ എന്ന ഔദ്യോഗിക പ്രതിജ്ഞ കേരളത്തിൻ്റെ അത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് 3 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. SCERT പുസ്തകത്തിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാടിലാണ് വരിക. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ ഇടനാടും, 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശവും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. കേരളത്തിലെ 48% മലനാടാണ്. കേരളത്തിൽ 48% മലനാടും 42% ഇടനാടും ബാക്കി വരുന്ന 10% തീരപ്രദേശവുമാണ്. ഓരോന്നിനെയും പറ്റി നമ്മൾ പറയുകയാണ്. മലനാട്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാൽ മലനാടാണ് ഉത്തരം. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. പ്രധാന കൃഷിവിളകൾ പഠിക്കണം. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. പ്രധാന കൃഷിവിളകൾ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. മലനാടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ റേഞ്ചിനൊക്കെ ആലോചിക്കാം. ഹൈ റേഞ്ചിലൊക്കെ കൃഷിവിളകൾ എന്തൊക്കെയായിരിക്കും നമുക്കറിയാമല്ലോ. അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ കേട്ടോ. ഇനി നമ്മൾ പശ്ചിമഘട്ടത്തെ പറ്റി ഒന്ന് പറയുകയാണ്. പശ്ചിമഘട്ടം. കേരളത്തിൽ സഹ്യപർവ്വതം എന്നും ഈ ശ്രേണി അറിയപ്പെടുന്നു. 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടം. അവയുടെ വീതി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് പശ്ചിമഘട്ടം. ലോകത്തിലെ 36 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണിത്. നമ്മുടെ പശ്ചിമഘട്ടം കേട്ടോ. ഇനി പ്രധാനപ്പെട്ട കൊടുമുടികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്? ആനമുടി. സംസ്ഥാനം കേരളം തന്നെയാണ്. പ്രധാനപ്പെട്ട കൊടുമുടികൾ ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്നത് ആനമുടിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി അല്ലേ ആനമുടി. എത്രയാണ് ഉയരം? 2695 മീറ്ററാണ്. 2695 മീറ്ററാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഇതാണ് മീശപ്പുലിമല. 2640 മീറ്ററാണ്. കേരളം തന്നെയാണ്. അവിടെ ദൊണ്ടാബേട്ടെ 2637 മീറ്റർ, തമിഴ്നാടാണ് കേട്ടോ. കൊളാരിബേട്ട 2629 മീറ്റർ, തമിഴ്നാട് തന്നെയാണ്. അത് നമ്മൾ ആനമുടിയാണല്ലോ ഏറ്റവും വലിയ കൊടുമുടി. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പഠിക്കണം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പഞ്ചായത്ത് മൂന്നാറാണ്. മൂന്നാർ. താലൂക്ക് ദേവികുളം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം, പഞ്ചായത്ത് മൂന്നാർ. ഇനി നമ്മൾ പ്രധാന മലകളും അവയുടെ ജില്ലകളും ഒന്ന് പറഞ്ഞു പോവുകയാണ്. അഗസ്ത്യാർകൂടം തിരുവനന്തപുരം. റോസ്മല കൊല്ലം.
ശബരിമല പത്തനംതിട്ട, ശബരിമല പത്തനംതിട്ട. ദേവിമല, ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ചെന്താവര എന്നീ സ്ഥലങ്ങൾ ഇടുക്കിയിലാണ്. ദേവിമല, ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ചെന്താവര എന്നീ സ്ഥലങ്ങൾ ഇടുക്കിയിലാണ്. ഏഴിമല, പുരളിമല, പൈതൽമല എന്നീ സ്ഥലങ്ങൾ കണ്ണൂരാണ്. പുരളിമല, ഏഴിമല, പൈതൽമല എന്നീ സ്ഥലങ്ങൾ കണ്ണൂരാണ്. പാലപ്പിള്ളി, തിരുവല്ലാമല എന്നിവ തൃശ്ശൂരാണ്. അമ്പുകുത്തിമല, ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്രക്കൊടുമുടി എന്നിവ വയനാടാണ്. അമ്പുകുത്തിമല, ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്രക്കൊടുമുടി എന്നിവ വയനാടാണ്. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. വെള്ളാരിമല, കോഴിക്കോട്. റാണിപുരം, കാസർഗോഡ്. നമ്മുടെ കേരളത്തിലെ ഭൂവിഭാഗത്തെ മൂന്നായി തിരിച്ചു നമ്മൾ പറഞ്ഞു. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഇടനാടിനെ പറ്റി നമ്മൾ നോക്കുകയാണ്. ഇടനാട്. ഇലപൊഴിയും കാടുകൾ ഇടനാടിൻ്റെ സവിശേഷതയാണ്. ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ്. പ്രധാനമായ കാർഷിക വിളകൾ എന്തൊക്കെയാണ്? റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവയാണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ. ഒന്നുകൂടി പറയുകയാണ്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവയാണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. രണ്ടാമത്തേത് ഏതാണ്? വർക്കല ക്ലിഫ്. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിന് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് രണ്ടാമത്തേത് വർക്കല ക്ലിഫാണ്. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് വർക്കലയാണ്. തീരപ്രദേശം. കായലുകളും നദിമുഖങ്ങളും മണൽത്തിട്ടകളും പ്രത്യേകതകളാണ്, അറിയാം. പ്രധാന കൃഷി നെല്ലും തെങ്ങുമാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് കുട്ടനാട്. കേരളത്തിൽ 9 ജില്ലകൾ മാത്രമാണ് കടൽത്തീരമുള്ളത്. കേരളത്തിൽ 9 ജില്ലകളിൽ കടൽത്തീരമുണ്ട്. അപ്പോൾ ഇല്ലാത്ത ജില്ലകൾ പഠിക്കുന്നതാണ് എളുപ്പം അല്ലേ? ഏതൊക്കെയാണ്? 5 ജില്ലയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇടുക്കി, പാലക്കാട്, വയനാടൊക്കെ എല്ലാവർക്കും കിട്ടും. പത്തനംതിട്ട, കോട്ടയമാണ് ചിലപ്പോൾ ഒരു സംശയം വരിക. അത് പത്തനംതിട്ട, കോട്ടയം അത് രണ്ടും പഠിച്ചു വെക്കുക. ഇടുക്കി, പാലക്കാട്, വയനാട് കൂടെ വന്നോളൂ. ഏതൊക്കെയാണ് 5 ജില്ലകൾ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയമാണ്. കേട്ടോ, കോട്ടയമാണ്. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല, അതും PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചു വരുന്നതാണ്, കൊല്ലമാണ്. കൊല്ലം. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, തൃശ്ശൂർ. തിണ്ണകൾ പരീക്ഷകളിൽ ചോദിച്ചു വരുന്നതാണ്. സംഘകാല തിണ്ണകൾ 5 വിധത്തിലുണ്ട്. ഐത്തിണ്ണകൾ എന്നാണ് ഇവയ്ക്ക് പൊതുവായി പറയുക. പർവ്വത പ്രദേശം കുറിഞ്ചി, ഫലപുഷ്ടിയില്ലാത്ത വരണ്ട ഭൂമി പാലൈ, കുന്നുകളും താഴ്വരകളും ചേർന്ന പ്രദേശം മുല്ലൈ, നദീതട സമതല പ്രദേശം മരുതം, സമുദ്ര തീരപ്രദേശം നെയ്തൽ എന്നിവയാണ് 5 തിണ്ണകൾ. ഇതിൽ സമുദ്ര തീരപ്രദേശമാണ് സ്ഥിരമായി ചോദിച്ചു കാണാറ്. സമുദ്ര തീരപ്രദേശം, നെയ്തൽ എന്നിവയാണ് 5 തിണ്ണകൾ. സമുദ്ര തീരപ്രദേശം, നെയ്തൽ അത് ഓർത്ത് വയ്ക്കുക. മറ്റേതും പഠിക്കണം. പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സമുദ്ര തീരപ്രദേശത്തെ തിണ്ണകൾ അറിയപ്പെടുന്നത് നെയ്തൽ. പർവ്വത പ്രദേശം എന്താണ്? കുറിഞ്ചി മല എന്ന് ആലോചിക്കുക. പർവ്വത പ്രദേശം. ഫലഭൂയിഷ്ടി ഇല്ലാത്ത വരണ്ട ഭൂമി എന്താണ്? പാലൈ. കുന്നുകളും താഴ്വാരങ്ങളും ചേർന്ന പ്രദേശം മുല്ലൈ. കുന്നുകളും താഴ്വാരങ്ങളും ചേർന്ന പ്രദേശം മുല്ലൈ. നദീതട സമതല പ്രദേശം മരുതം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ചുരങ്ങളെ പറ്റിയാണ്. നമ്മുടെ ഇതിൽ കേരള ഭൂപ്രകൃതിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ ചുരം അരുവാമൊഴി ചുരം. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ സ്ഥിതി ചെയ്യുന്ന ചുരം ആലട്ടി ചുരം കാസർഗോഡാണ്.
രണ്ട് ചുരവും തെക്കും വടക്കും സ്ഥിതി ചെയ്യുന്ന ചുരങ്ങൾ തുടങ്ങുന്നത് ആയലാണ്. അത് സൗകര്യമാണ് പഠിക്കാൻ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ആലുവ ചുരം. ആലുവ ചുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ സ്ഥിതി ചെയ്യുന്ന ചുരം ആലട്ടി ചുരമാണ്. കാസർഗോഡ് ആലട്ടി ചുരമാണ്. ആലുവ മൊഴി പൊതുവെ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ആലട്ടി ചുരം അത്ര കേൾക്കാൻ ചാൻസ് ഇല്ല ആദ്യമായിട്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ് കേട്ടോ. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരമാണ്. പാലക്കാടും കോയമ്പത്തൂരും കണക്ട് ചെയ്യുന്ന ചുരം പാലക്കാട് ചുരം. താമരശ്ശേരി ചുരം ഏതിനൊക്കെയാണ്? കോഴിക്കോടിനെയും വയനാടും അല്ലേ, കോഴിക്കോടും വയനാടും. കമ്പൻ ചുരമോ? തൊടുപുഴ ആൻഡ് കമ്പം. ബോഡി നായ്ക്കുന്നൂർ ചുരമോ? മധുരൈ ആൻഡ് ഇടുക്കി. പേരമ്പാടി ചുരം ഏതൊക്കെയാണ്? കണ്ണൂരും കൂർഗിനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പേരമ്പാടി അത് പഠിക്കണം കേട്ടോ. പേരമ്പാടി പഠിക്കണം, കാരണം ബന്ദിപ്പൂറുമായിട്ട് ബന്ധമുള്ളതാണ് പേരമ്പാടി. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് കണ്ണൂർ കൂർഗ്. നമുക്ക് കുറച്ച് ലോജിക് ഏജൻസി കിട്ടാവുന്നതാണ്. പെരിയ ചുരം വയനാട് മൈസൂർ കേട്ടോ. പെരിയ ചുരം വയനാട് മൈസൂർ. ആര്യങ്കാവ് ഏതാണ്? പുനലൂർ ചെങ്കോട്ട. നാടുകാണി ചുരം എവിടെയാണ്? മലപ്പുറം ഊട്ടീനെ കണക്ട് ചെയ്യുന്നത്. നിലമ്പൂർ ആൻഡ് കുണ്ടല്ലൂർ എന്ന് പറയാം കേട്ടോ. നാടുകാണി ചുരം ഏത് ജില്ലയിലാണെന്ന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. മലപ്പുറമാണ് കേട്ടോ. പാൽ ചുരം വയനാട് കണ്ണൂർ എന്നിവയെ കണക്ട് ചെയ്യുന്നതാണ്. മാനന്തവാടി കോട്ടൂർ പാൽ ചുരം. കുറ്റ്യാടി ചുരം കോഴിക്കോട് വയനാട് കേട്ടോ. കുറ്റ്യാടി ചുരം കോഴിക്കോട് വയനാടാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചുരമായിട്ടുള്ള പാലക്കാട് ചുരത്തെ പറ്റിയാണ് പറയുന്നത്. പാലക്കാട് കോയമ്പത്തൂരിനെ കണക്ട് ചെയ്യുന്ന പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടുതലുമായ പ്രദേശം, അത് ശ്രദ്ധിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടുതലുമായ പ്രദേശം. വീതി 30 മുതൽ 40 കിലോമീറ്റർ വരെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ കേട്ടോ. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 കേട്ടോ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. അടുത്തൊരു പ്രധാനപ്പെട്ട ചുരമാണ് താമരശ്ശേരി ചുരം, അല്ലെങ്കിൽ നമുക്കതിന് വയനാടൻ ചുരം എന്നും പറയാം. താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം തന്നെയാണ് പഠിക്കേണ്ടത്. സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. നമ്മൾ വയനാട് ചുരം എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം കാണും, കോഴിക്കോടാണോ എന്ന്. കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ കോഴിക്കോടും വയനാടും. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കരിന്തണ്ടനാണ്. ഇത് കടന്നു പോകുന്ന ദേശീയപാത NH 766 പാലക്കാട് ചുരം NH 544 ആണെങ്കിൽ താമരശ്ശേരി NH 766. മറ്റു ചുരങ്ങൾ നമ്മൾ പറയുകയാണ്. പാലക്കാട് ചുരം NH 544 നമ്മൾ പറഞ്ഞു. അതിൻ്റെ പഴയ പേരെന്താ ഓർത്ത് വെക്കണം? NH 47 കേട്ടോ. NH 47 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 അതിൻ്റെ പഴയ പേര് 47 NH 47. വയനാട് ചുരം നമ്മൾ പറഞ്ഞു, താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്ന വയനാട് ചുരം NH 766 അതിൻ്റെ പഴയ പേര് NH 212. ആര്യങ്കാവ് ചുരം NH 744 ശ്രദ്ധിക്കണം. ആര്യങ്കാവ് ചുരമൊക്കെ സ്ഥിരം ചോദ്യമാണ്. NH 744 പഴയ പേര് NH 208. ബോഡി നായ്ക്കന്നൂർ ചുരം NH 85 പഴയ പേര് NH 49. ബോഡി നായ്ക്കന്നൂർ ചുരം NH 85 പഴയ പേര് NH 49. അപ്പോൾ കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് കേരളത്തിൻ്റെ സ്ഥാനം, വിസ്തീർണം, അതിർത്തികൾ, ഭൂവിഭാഗങ്ങൾ, ചുരങ്ങൾ എന്നീ പ്രധാനപ്പെട്ട കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ടോപ്പിക്കുകൾ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്